വെറും 10 വർഷം കൊണ്ട് മൾട്ടി മില്യണയറായ ഒരു ഡെലിവറി ബോയെ പരിചയപ്പെട്ടാലോ? ആമ്പൂർ അയ്യപ്പ ഫസ്റ്റ് ഫ്ലൈ കൊറിയേഴ്സ് എന്ന കൊറിയർ കമ്പനിയിൽ ഡെലിവറി ബോയിയായി ജോലി ചെയ്തു വരികയായിരുന്നു. അദ്ദേഹം ജോലിയിൽ വളരെ സമർത്ഥനായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഒരു കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടി തൻ്റെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. മാത്രമല്ല, കോഴ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് മറ്റു ജോലിയൊന്നും ലഭിച്ചതുമില്ല. ഈ ഒരു സമയത്താണ് രണ്ട് ഫൗണ്ടേഴ്സ് തങ്ങളുടെ പുതിയതായിട്ട് തുടങ്ങിയ സ്റ്റാർട്ടപ്പ് കമ്പനിയിലേക്ക് ലോജിസ്റ്റിക് മാനേജറെ തിരഞ്ഞു നടക്കുന്നതും. ആമ്പൂർ അയ്യപ്പ മുമ്പ് ജോലി ചെയ്തിരുന്ന കൊറിയർ കമ്പനി ഈ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ക്ലയൻ്റ് ആയിരുന്നു. ആ ഒരു മുൻഗണന വെച്ച് ആമ്പൂർ അയ്യപ്പക്ക് ആ കമ്പനിയിൽ ഒരു ജോലി ലഭിച്ചു. അങ്ങനെ വെറും 8,000 രൂപ മാസ ശമ്പളത്തിൽ ആമ്പൂർ അയ്യപ്പ ആ ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ആദ്യത്തെ ജീവനക്കാരനായി. ആ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ പേരായിരുന്നു ഫ്ലിപ്കാർട്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആമ്പൂർ അയ്യപ്പക്ക് ആ കമ്പനിയിൽ ഹ്യൂമൻ സോഫ്റ്റ്വെയർ എന്ന വിളിപ്പേരും വന്നു. ഓരോ ഓർഡറുകൾ കൃത്യമായി ഓർത്തു വയ്ക്കുകയും വെൻഡേഴ്സിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടും കസ്റ്റമേഴ്സിൻ്റെ കോളുകൾ അറ്റൻഡ് ചെയ്തും അതോടൊപ്പം ഡെലിവറി പ്രോസസ്സ് മെച്ചപ്പെടുത്തുവാനും അദ്ദേഹത്തിലൂടെ സാധിച്ചു. അവരുടെ ഓർഡർ പ്രതിദിനം 1000 ആവുന്നതുവരെ ഒരു സോഫ്റ്റ്വെയറും ഓർഡർ മാനേജ്മെൻറ്റിന് വേണ്ടി അവർ ഉപയോഗിച്ചില്ല. ഇതിൻ്റെ എല്ലാം മേൽനോട്ടം ആമ്പൂർ അയ്യപ്പക്കായിരുന്നു. ഈ സേവനങ്ങൾ കൊണ്ട് കമ്പനി അവരുടെ കുറച്ച് ഷെയർസ് ആമ്പൂർ അയ്യപ്പക്ക് അപ്രിസിയേഷനായി നൽകി. ഇന്ന് ഈ ഷെയർസ് ഏകദേശം 8.5 കോടി ഇന്ത്യൻ രൂപയുടെ മൂല്യമാണ് കണക്കാക്കുന്നത്. ഇന്ന് ഫ്ലിപ്കാർട്ടിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് ആമ്പൂർ അയ്യപ്പ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.